63ാമത് കേരള സ്റ്റേറ്റ് സ്കൂൾ കലോത്സവം നടക്കാൻ പോകുന്നത് തിരുവനന്തപുരത്താണ്. ഇത് കേട്ടപ്പോൾ തൊട്ട് ഒരു 2-2.5 മാസം മുന്നേ ഞാനും എൻ്റെ ഫ്രണ്ട്സും തീരുമാനിച്ചാണ് കേട്ടോ നമ്മൾ ഇതിനെന്തായാലും പോയിരിക്കുന്നുള്ളത്. അങ്ങനെ വെയിറ്റ് ചെയ്ത് ആ ദിവസം എത്തി 4th ജാനുവരി. ഞങ്ങളെല്ലാവരും പോവാൻ തീരുമാനിച്ചു. ഞങ്ങളെല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ഓരോരുത്തരും ഓരോ രീതിയിലാണ് കേട്ടോ എക്സൈറ്റഡ്. ഞാൻ കുറേ നാൾ കലോത്സവത്തിനൊക്കെ പങ്കെടുത്ത് പ്രൈസൊക്കെ കിട്ടിക്കഴിഞ്ഞ് അതിനൊക്കെ ശേഷം ഞാൻ ആദ്യമായിട്ടാണ് ഒരു കലോത്സവം കാണാനൊക്കെ പോകുന്നത് സ്റ്റേറ്റ് ലെവലിൽ. അപ്പോൾ എനിക്ക് അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. സ്നേഹയാണെങ്കിൽ പണ്ട് സ്കൂൾ ടൈമിൽ ഒരുപാട് കലോത്സവം കണ്ട മെമ്മറീസും അങ്ങനെ ഓരോ സ്കൂൾ മെമ്മറീസൊക്കെ റീഫ്രഷ് ചെയ്യണ എൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലായിരുന്നു. ദേവികയാണെങ്കിൽ പാവം ദുബായിൽ പഠിച്ചുകൊണ്ട് ഈ കലോത്സവം ഒന്നും കാണാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അവൾ ആദ്യമായിട്ട് കലോത്സവം കാണാൻ പോണ എൻ്റെ എക്സൈറ്റ്മെൻറ്റിലായിരുന്നു. അമൃത ചുമ്മാ ഞങ്ങളുടെ കൂടെ വന്നതാണ് കേട്ടോ വീട്ടിൽ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ബസ്സൊക്കെ കയറി പാളയത്ത് വന്ന് ഇറങ്ങി. പാളയം എന്ന് പറഞ്ഞാൽ എൻ്റെ ഫേവറേറ്റ് സ്പോട്ടാണ് കേട്ടോ ട്രിവാൻഡ്രത്ത്. പാളയമാണ് ട്രിവാൻഡ്രത്തെ മെയിൻ അട്രാക്ഷൻ എന്ന് ഞാൻ പറയും. എല്ലാവരും ഇങ്ങനെ പറയുന്നത് എനിക്കറിയില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പാളയം. അങ്ങനെ ഞങ്ങൾ അവിടെ ഇറങ്ങി. ആദ്യം തന്നെ നമ്മുടെ ചേച്ചിയുടെ കടയിൽ നിന്ന് നല്ലൊരു അടിപൊളി നിറഞ്ഞേണ്ടി സർബത്തൊക്കെ കുടിച്ചു. ബസ്സിലൊക്കെ ട്രാവൽ ചെയ്ത് വന്നിട്ട് അവിടെ നിന്ന് ഈ സർബത്ത് കുടിച്ചപ്പോൾ നല്ലൊരു ഫ്രഷ് ഫീലായിരുന്നു കേട്ടോ. എന്തായാലും പാളയത്ത് ഇറങ്ങിയ സ്ഥിതിക്ക് പാളയത്തെ മെയിൻ അട്രാക്ഷൻ ഈ ബുക്ക് സ്റ്റോളൊക്കെ ആണല്ലോ. അപ്പോൾ അവിടെയൊക്കെ കയറിയിട്ട് മെഡിസിൻ്റെ സർജറിയുടെ ഒക്കെ ബുക്സിൻ്റെ വില ഒന്ന് ചോദിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ വിലയൊക്കെ ചോദിച്ച് സാറ്റിസ്ഫൈഡ് ആയിട്ട് ഞങ്ങൾ നടന്നപ്പോൾ ഒരു ഡബിൾ ഡെക്കർ ബസ്സൊക്കെ കണ്ടു കേട്ടോ. അങ്ങനെ ഞാൻ നടന്നു വന്നപ്പോഴാണ് നമ്മുടെ പാളയത്തെ മെയിൻ അട്രാക്ഷനായി ഈ ഒരു കാഴ്ച കാണുന്നത്. ഒരു അമ്പലം, ഒരു മോസ്ക്, ഒരു ചർച്ച്, അതും ഒരേ ഒരു സ്ഥലത്ത്. ഇതേ ഒരു ആംഗിൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിതെല്ലാം ഒരു ഫ്രെയിമിൽ കിട്ടും. ഇത് കണ്ടപ്പോൾ എനിക്കൊരു പ്രത്യേക ഫീലായിരുന്നു കേട്ടോ. എന്തോ ഒരു ഭയങ്കര ഫീൽ. പിന്നെ നമ്മൾ അതൊക്കെ കണ്ടിട്ട് പിന്നെ നടന്ന് എൻ്റെ ഫ്രണ്ട്സിന് നല്ല ചിരിയൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഞാൻ ഏത് നേരം വീഡിയോ എടുക്കണം എന്നിട്ട്. അങ്ങനെ അവർക്കൊരാഗ്രഹം കുറച്ച് ബ്യൂട്ടി പ്രൊഡക്ട്സ് നോക്കാൻ പോയാലോ എന്ന്. എന്നാൽ പിന്നെ കലോത്സവത്തിന് പോകുന്നതിന് മുന്നേ അതുകൂടി നോക്കിയിട്ട് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ വെറൈറ്റി മോളിലെത്തി. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇവിടെ വരുന്നത്. എനിക്ക് വെറൈറ്റി മോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ശരിക്കും നല്ല വെറൈറ്റി കളക്ഷൻസ് ഉണ്ട് ഇവിടെ. കമ്മലുകളൊക്കെ പ്രത്യേകിച്ചും നല്ല അടിപൊളി കമ്മലുകളുണ്ട്. വള, മാല, എല്ലാ വക ഓർണമെൻറ്റ്സും ഉണ്ട്. അതുപോലെ എല്ലാ ബ്യൂട്ടി പ്രൊഡക്ട്സും ഉണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ നിങ്ങളൊക്കെ ട്രിവാൻഡ്രത്തുള്ളവർ ഇവിടേക്ക് എന്തായാലും ഒന്ന് വന്ന് നോക്കണം. എനിക്ക് തോന്നുന്നു ഒരുപാട് പേര് വരുന്ന സ്ഥലമായിരിക്കും. പക്ഷേ ഇതുവരെ വരാത്തവരുണ്ടെങ്കിൽ എന്തായാലും വരണം. നമ്മുടെ സെക്രട്ടേറിയറ്റിൻ്റെ ഓപ്പോസിറ്റാണ്. അങ്ങനെ ഞങ്ങൾ ഒരു നല്ല ചായ കുടിക്കാമെന്ന് വെച്ചിട്ട് ഇത് ഒരു ചായക്കടയിൽ കയറിട്ടോ. അപ്പോഴാണ് ഇത് അവിടെ നല്ല ചൂടുള്ള ബജി, മുളക് ബജി, കായ ബജി, മസാല ബോണ്ട, ഉഴുന്നുവട ഇതൊക്കെ ഇങ്ങനെ ഉണ്ട്. ചട്നിയുടെ കൂടെയാണ് കേട്ടോ ഇവരത് സെർവ് ചെയ്യണേ. ഭയങ്കര അടിപൊളിയാണ്, ഒരു രക്ഷയില്ല. നമുക്കെല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടു. അത്ര ടേസ്റ്റി ആയിരുന്നു. എനിക്ക് പിന്നെ ഓൾറെഡി ഞാൻ ഭയങ്കര ഒരു ബജി ലവറാണ്. അപ്പം എനിക്ക് ഏത് ബജി കിട്ടിയാലും ഇഷ്ടമാണ്. പക്ഷേ ഇവിടുത്തെ ബജിക്കൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം നിങ്ങൾ ട്രിവാൻഡ്രത്തുള്ളവരൊക്കെ ആണെങ്കിൽ ഇതൊന്നും എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. കെഫ്റ്റീരിയ ഗണേഷ് എന്നാണ് പേര്. സെക്രട്ടേറിയറ്റിൻ്റെ ഓപ്പോസിറ്റായിട്ടാണ് ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത്. അങ്ങനെ നമ്മൾ ബജിയൊക്കെ കഴിച്ച് ചായയൊക്കെ കുടിച്ച് കലോത്സവം ലൊക്കേഷനിലെത്തി. ഇതിനകത്തേക്ക് കയറിയപ്പോഴത്തേക്കും എനിക്കെന്തോ ഭയങ്കര ഇമോഷണലാവാൻ തുടങ്ങി കേട്ടോ. എനിക്ക് എന്തൊക്കെയോ പ്രത്യേക ഫീലിങ്സ് ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു. അപ്പം നമ്മൾ ആദ്യം തന്നെ നമ്മുടെ പ്രിയ ടീച്ചറെ സുനിൽ മാഷിനെയും ഗൗരീനെയും കണ്ടു കേട്ടോ. അപ്പോൾ അങ്ങനെ ഭയങ്കര ഹാപ്പിയായി. ഇവരെ കാണാൻ പറ്റുമെന്ന് വെച്ചിട്ടാണ് ഞാൻ പോയത്. അപ്പോൾ ഗൗരിയുടെ ഡാൻസ് കാണാൻ പറ്റിയില്ലെങ്കിലും പെർഫോമൻസ് അവിടെ അവർ സ്റ്റുഡിയോയിൽ ചെയ്യുന്നത് കാണാൻ പറ്റി. ഗൗരി എന്ന് പറഞ്ഞാൽ ഭയങ്കര ടാലൻറ്റഡും അതുപോലെ തന്നെ നല്ല ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ളൊരു ഡാൻസറാണ് കേട്ടോ. പ്രിയ ടീച്ചറുടെ സുനിൽ മാഷിൻ്റെ മോളാണ്. അവരുടെ കൂടെ തന്നെ ഞങ്ങൾ ആർദ്രയുടെ അച്ഛനും അമ്മേനെയൊക്കെ കണ്ടു കേട്ടോ. ആർദ്ര എന്ന് പറഞ്ഞാൽ എൻ്റെ കൂടെ 6th തൊട്ടേ കോമ്പറ്റീഷൻ ഉണ്ടായിരുന്ന കുട്ടിയാണ്. അപ്പോൾ ഞങ്ങൾ തമ്മിൽ അന്ന് തൊട്ടുള്ള ഒരു കണക്ഷനാണ്. അവരൊക്കെ കണ്ടപ്പോൾ തന്നെ എൻ്റെ മനസ്സിലേക്ക് ഒരുപാട് കലോത്സവം മെമ്മറീസാണ് കേട്ടോ ഇങ്ങനെ ആദ്യം തന്നെ വന്നത്. അച്ഛനും അമ്മ എന്നെ കൊണ്ട് പോണതും അങ്ങനെ കുറേ മെമ്മറീസ്. അങ്ങനെ ഞാൻ വേദിയിലേക്ക് എത്തി. അവിടെ ഗ്രൂപ്പ് ഡാൻസ് ആയിരുന്നു നടക്കുന്നുണ്ടായിരുന്നേ. ഭയങ്കര ഓഡിയൻസ് ഉണ്ടായിരുന്നു കേട്ടോ. സംഭവം ഇവിടെ ഒരുപാട് ചെയറുണ്ട്. അത്രയും വലിയൊരു ഓഡിറ്റോറിയമാണ്. എന്നിട്ടും അവിടെ ഫ്രണ്ടിലൊക്കെ അത്രയും തിങ്ങി നിറഞ്ഞാണ് ആൾക്കാർ ഇരിക്കുന്നുണ്ടായിരുന്നത്. ഞങ്ങൾ എന്നിട്ട് കുറച്ച് നേരം അവിടെ ഇരുന്ന് ഗ്രൂപ്പ് ഡാൻസ് കണ്ടു കേട്ടോ.
ഓഡിയൻസൊക്കെ ഭയങ്കര സപ്പോർട്ടീവായിരുന്നു കേട്ടോ. അവരുടെ കയ്യടി, ആത്മാർത്ഥമായിട്ടുള്ള ഒരു കയ്യടിയൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. അങ്ങനെ ഞങ്ങളവിടെ വേദിയൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി കാണാം, ഇവിടെ എന്തൊക്കെയുള്ളത് എന്നൊക്കെ അറിയാനായിട്ട് ഇങ്ങനെ ഒന്ന് കറങ്ങിയിട്ട് വരാമെന്ന് വിചാരിച്ചു കേട്ടോ. മടിയായിട്ട് സ്നേഹം ഒരു സ്ഥലത്ത് നിന്നു. എന്നിട്ട് ഞാനും ദേവികയും കൂടിയിട്ടാണ് ചുറ്റിക്കറങ്ങാനായിട്ട് പോയിട്ടോ. അങ്ങനെ ദേവികയുടെ കൂടെ ഇതിലെങ്ങനെ നടന്നു പോകുമ്പോൾ എൻ്റെ മനസ്സിൽ കുറച്ച് ചിന്തകളൊക്കെ വന്നു. സംഭവം കാലം എത്ര മാറി എന്ന് പറഞ്ഞാലും, വർഷങ്ങൾ എത്ര കഴിഞ്ഞു എന്ന് പറഞ്ഞാലും, നമ്മുടെ ഈ സമൂഹം കലോത്സവത്തിനും കലയ്ക്കൊക്കെ തരുന്ന ആ ഒരു ഇമ്പോർട്ടൻസ്, ആ ഒരു വാല്യൂ, അതിനൊന്നും ഒരു മാറ്റം സംഭവിച്ചിട്ടില്ല. സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇപ്പോഴാണ് പണ്ടത്തേനെക്കാട്ടിലും ആവേശത്തോടു കൂടി കുട്ടികളും പാരൻസും ഒക്കെ കലോത്സവത്തിന് പങ്കെടുക്കണേ. എന്തൊക്കെ പറഞ്ഞാലും ഇന്നത്തെ കുട്ടികളും കലോത്സവത്തിനൊക്കെ ഇത്രയും ആത്മാർത്ഥമായിട്ട് വന്ന് പങ്കെടുക്കുന്നുണ്ടെന്നും നല്ല മികച്ച രീതിക്ക് പെർഫോം ചെയ്യുന്നുണ്ടെന്നും അവരുടെ പാരൻസൊക്കെ അവരെ ഇതിന് ഇത്രയും സപ്പോർട്ട് ചെയ്ത് കൊണ്ടുവരുന്നുണ്ടെന്നും എല്ലാം അറിഞ്ഞപ്പോൾ എനിക്കെന്തോ ഭയങ്കര ഒരു സന്തോഷം തോന്നിയിട്ടോ. ഞാനിങ്ങനെ വലിയ കാര്യമൊക്കെ പറയുമ്പോൾ ഞാൻ ആരാന്ന് നിങ്ങൾ വിചാരിക്കണ്ട. പണ്ട് കലോത്സവത്തിനൊക്കെ പങ്കെടുത്ത ഒരു കുട്ടി എന്നുള്ള നിലയ്ക്ക് എൻ്റെ മനസ്സിൽ തോന്നിയ കുറച്ച് ചിന്തകൾ ഞാനിങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഓട്ടോ കയറി അടുത്ത വേദിയായ സെൻറ്റ് ജോസഫ് സ്കൂളിലെത്തിയിട്ടോ. സ്നേഹയ്ക്ക് അർബനമുട്ട് കാണണമെന്നുള്ള ആഗ്രഹത്തിലാണ് നമ്മൾ അവിടേക്ക് എത്തിയത്. ഞാൻ ഈ അർബനമുട്ടൊന്നും അധികം കണ്ടിട്ടില്ല കേട്ടോ. കണ്ടിട്ടിട്ട് ശീലമില്ലാത്തതുകൊണ്ടാണോ അവിടുത്തെ സ്പീക്കറിൻ്റെ ആണോ അത് പിന്നെ എൻ്റെ ചെവിയുടെ പ്രോബ്ലം ആണോ എന്നെനിക്കറിയില്ല. എനിക്കെന്തോ ഭയങ്കര ഹൈ വോളിയമായിട്ട് ഫീൽ ചെയ്തു. അപ്പം ഞാൻ കുറച്ച് ബാക്കിലോട്ട് മാറി നിന്നു കേട്ടോ. അപ്പോഴത്തേക്കും വീഡിയോ എടുത്ത് എൻ്റെ ഫോണിലെ ചാർജിൻ്റെ കാര്യം ഏതാണ്ട് തീരുമാനമായിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്പോട്ട് നോക്കി ഞാൻ ഈ വരാന്തയിൽ കൂടെ ഇങ്ങനെ നടക്കാൻ തുടങ്ങി. അപ്പോഴത്തേക്കും എൻ്റെ മനസ്സിലേക്ക് പിന്നെയും ഒരുപാട് മെമ്മറീസ് ഇങ്ങനെ എത്തി. അങ്ങനെ ഞാൻ അവസാനം ഒരു ക്ലാസ് റൂം കണ്ടുപിടിച്ചു കേട്ടോ ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട്. അവിടെയാണെങ്കിൽ ഒരാളും ഉണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെയും എൻ്റെ മനസ്സിലേക്ക് ഒരുപാട് മെമ്മറീസ് ഇങ്ങനെ വന്നു തുടങ്ങി. ഞാൻ കുറച്ച് ഇമോഷണലൊക്കെ ആയി. എനിക്ക് സങ്കടമാണോ സന്തോഷമാണോ അതോ എന്താണ് തോന്നണേ എന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. എന്തൊക്കെ പറഞ്ഞാലും ഓരോ മൊമെൻറ്റ്സിൻ്റെ വാല്യൂ ഒന്നും നമുക്ക് അപ്പം മനസ്സിലാവില്ല കേട്ടോ. അത് എത്ര വലുതാണെങ്കിലും എത്ര ചെറുതാണെങ്കിലും അതെ. ഞാൻ എന്തൊക്കെയാണ് കാണിക്കണേ അല്ലേ. മേക്കപ്പ് പോകാണ്ടിരിക്കാൻ വേണ്ടി പെടാപ്പാട് കിടന്ന് എന്നെ നിങ്ങൾക്കിപ്പോൾ കാണും. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി അടുത്ത വേദിയിൽ ഒപ്പന കാണണം എന്നതായിരുന്നു നമ്മുടെ സ്നേഹേൻ്റെ അടുത്ത ആഗ്രഹം. എന്നാൽ പിന്നെ പിള്ളേരൊരാഗ്രഹം പറഞ്ഞതല്ലേ, അതങ്ങോട്ട് സാധിച്ചു കൊടുക്കാമെന്ന് വെച്ചിട്ട് നമ്മൾ ഓട്ടോ കിട്ടാൻ കുറച്ച് കഷ്ടപ്പെട്ടു കേട്ടോ. അങ്ങനെ അവസാനം ഒരു ഓട്ടോ കിട്ടി. ട്രിവാൻഡ്രത്ത് കൂടെ തന്നെ രാത്രി പോകാൻ ഭയങ്കര രസമാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഓട്ടോയിൽ കയറി അടുത്ത ഗവൺമെൻറ് വിമൻസ് കോളേജിലെത്തി. ഗ്രൂപ്പ് ഡാൻസ് ആയിക്കോട്ടെ, ഒപ്പന ആയിക്കോട്ടെ, അർബനമുട്ട് ആയിക്കോട്ടെ, ഓഡിയൻസിന് ഒരു ക്ഷാമവും കേട്ടോ. എല്ലാ സ്ഥലത്തും നല്ല നിറഞ്ഞ സദസ്സ് ഉണ്ടായിരുന്നു. ഒപ്പന ആണെങ്കിൽ കാണാൻ തന്നെ അതൊരു രസമാണ് കേട്ടോ. മണവാട്ടീനെയൊക്കെ നോക്കി എന്ത് രസമാണ്. ഞങ്ങളങ്ങനെ മണവാട്ടിയുടെ ഭംഗിയൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ ഇരുന്നു. പിന്നെ ഒന്നും കൂടി ശ്രദ്ധിച്ച് നോക്കിയപ്പോഴാണ് കേട്ടോ ഞങ്ങൾക്ക് ആ സത്യം മനസ്സിലായത്. അടിയിലിരിക്കാനായിട്ട് സ്ഥലമില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ മുകളിൽ ബാൽക്കണി കയറിപ്പോയി. അവിടെ ഇരുന്നിട്ടാണ് ഒപ്പന കണ്ടത് കേട്ടോ. നമ്മളൊരു 3-4 ഒപ്പനയൊക്കെ കണ്ടു കേട്ടോ. എല്ലാം അടിപൊളിയായിരുന്നു. അങ്ങനെ ഒപ്പനയൊക്കെ കണ്ട് ഒന്ന് ഫ്രഷായി ഞങ്ങളിതേ അടുത്ത മെയിൻ ഇവൻ്റായ ഫുഡടി എന്നുള്ള പരിപാടിക്ക് വേണ്ടിയിട്ട് ഇറങ്ങി. ഫുഡ് അടിക്കാനുള്ള സ്ഥലമൊക്കെ നമ്മുടെ സ്നേഹ ആദ്യമേ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ട്രിവാൻഡ്രംകാർക്ക് എല്ലാവർക്കും ഭയങ്കര പോപ്പുലറായിട്ട് അറിയുന്ന പരുത്തിപ്പറ തട്ടുകട സീരീസ് കാണാൻ വേണ്ടിയിട്ടായിരുന്നു ഞങ്ങളുടെ പോക്ക്. അങ്ങനെ പോണ വഴി ഇതേ നമ്മൾ പിന്നെയും ആ പാളയത്തുള്ള അമ്പലവും പള്ളിയും മോസ്ക് എല്ലാം കൂടിയിട്ടുള്ള ലൊക്കേഷനിൽ ഒന്നുകൂടി എത്തിയിട്ടോ. രാത്രി അത് കാണാൻ പ്രത്യേക ഭംഗിയായിരുന്നു. അവിടെ ബസ് സ്റ്റോപ്പ് പള്ളിയുടെ മുന്നിൽ തന്നെയാണ് കേട്ടോ. അവിടെ നമ്മൾ കുറച്ചധികം നേരം വെയിറ്റ് ചെയ്തു, ബസ്സൊക്കെ കാത്ത് വീഡിയോ എടുത്തും ഫോട്ടോ എടുത്തും അങ്ങനെ അതിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് നമ്മളിങ്ങനെ നിന്നു കേട്ടോ കുറേ നേരം. ട്രിവാൻഡ്രത്ത് രാത്രി ട്രാവൽ ചെയ്യാൻ ഭയങ്കര രസമാണ്.
ലൈറ്റ്സാണ് ഇവിടുത്തെ മെയിൻ. എന്ത് പരിപാടി ഉണ്ടോ അതിനൊക്കെ ലൈറ്റ് ഉണ്ടായിരിക്കും. ഇപ്പം ദേ കാണുന്നത് ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ സ്പെഷ്യൽ ലൈറ്റാണ് കേട്ടോ. അങ്ങനെ നമ്മൾ വെയിറ്റ് ചെയ്ത് ബസ്സൊന്നും വരുന്നത് കാണാനുണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു ബസ് ഡ്രൈവർ നമ്മളോട് പറഞ്ഞു പരുത്തിപ്പറയ്ക്ക് ഇവിടെ നിന്നല്ല അപ്പുറത്തെ സ്റ്റോപ്പിൽ നിന്നാണ് ബസ് കിട്ടുന്നത്. അങ്ങനെ ഞങ്ങളിതേ നൈറ്റ് പിന്നെയും ഇതിലേ ഇങ്ങനെ നടന്ന് പോയിട്ടോ. പക്ഷെ ഇത് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ഈ രാത്രി സമയത്ത് ഈ ലൈറ്റ്സിൻ്റെ ഇടയിൽ കൂടെ പാളയത്തിൽ കൂടെ ഇങ്ങനെ നടന്നു പോകുമെന്ന് പറഞ്ഞാൽ അതൊരു വേറൊരു ഫീൽ തന്നെയായിരുന്നു. അത് ഞങ്ങൾ ശരിക്കും എക്സ്പ്ലോർ ചെയ്തു. അങ്ങനെ ആ ലൈറ്റ്സിൻ്റെ ഇടയിൽ കൂടെയൊക്കെ നടന്ന് ബസ് സ്റ്റോപ്പിലെത്തി, ബസ് കയറി ഞങ്ങൾ ഫൈനലി ഞങ്ങളുടെ ലൊക്കേഷനിലെത്തി. പരുത്തിപ്പറ മഹാത്മാഗാന്ധി കോളേജിന് മുന്നിലായിട്ട് തന്നെയാണ് കേട്ടോ ഈ ലൊക്കേഷൻ വരുന്നത്. ഞാൻ സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോയി. ഈ ഒരു അറ്റം തൊട്ട് ആ ഒരു അറ്റം വരെ അങ്ങനെ നിരന്ന് കിടക്കുകയാണ് തട്ടുകടകൾ. എല്ലാം ഒന്നിനൊന്നും മെച്ചം. ആദ്യത്തെ കടയിൽ ബീഫ് റോസ്റ്റ് കണ്ടപ്പോഴത്തേക്കും ഞങ്ങൾ ചാടി വീട്ടു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഒരു 3 പ്ലേറ്റ് പൊറോട്ടയും ബീഫ് റോസ്റ്റും എല്ലാം പറഞ്ഞ് അതൊക്കെ നല്ല അടിപൊളിയായി കഴിച്ച് അടുത്ത കടയിലെത്തി. ആ ചേട്ടൻ നല്ല രീതിക്ക് ഞങ്ങൾക്ക് അവിടുത്തെ ഡിഷസൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ടായിരുന്നു കേട്ടോ. അവിടെ ചിക്കൻ പൊടിയൊക്കെ ഇട്ടിട്ടൊരു സ്പെഷ്യൽ വെറൈറ്റി ഡിഷ് ഉണ്ടായിരുന്നു. എനിക്കതിൻ്റെ പേര് അറിഞ്ഞൂടാ. അങ്ങനെ നമ്മൾ അവസാനം ഒരു കട കയറിയിരുന്നു. അവർ ഭയങ്കര നൈസായിരുന്നു കേട്ടോ. നമ്മളെ വിളിച്ച് കയറ്റി ഇരുത്തി. അങ്ങനെ ഞങ്ങളൊരു ബീഫ് റോസ്റ്റും ഒരു ചിക്കൻ ഫ്രൈയും ഒക്കെ പറഞ്ഞ് അതിരുന്ന് കഴിച്ചു. ഇനിയും കുറേ ട്രൈ ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷേ വയറ് ഫുള്ളായതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് ബൈ പറഞ്ഞു പോന്നു. അങ്ങനെ നമ്മൾ പിന്നെയും ആദ്യത്തെ സ്ഥലം പാളയത്ത് തന്നെ എത്തിയിട്ടോ. ആദ്യം കണ്ട പാളയവും ഇപ്പം കണ്ട പാളയവും തമ്മിൽ എന്ത് വ്യത്യാസമാണല്ലേ. പക്ഷെ എനിക്ക് രാത്രിയാണ് കേട്ടോ ഇഷ്ടം. രാത്രി കടകളും കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഒന്നും കൂടി നന്നായിരുന്നേനെ. അങ്ങനെ നമ്മൾ പിന്നെയും മെയിൻ വീതിയിലേക്ക് എത്തിയിട്ടോ. അപ്പോഴത്തേക്കും നല്ല അടിപൊളി മഴയായിരുന്നു അവിടെ. നമ്മൾ കൊടയൊക്കെ പിടിച്ച് കലോത്സവം കാണാൻ പിന്നെയും എത്തി. എപ്പോൾ തുടങ്ങിയ ഗ്രൂപ്പ് ഡാൻസ് അല്ലേ, ഇപ്പോഴും അവിടെ തന്നെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങൾ അങ്ങനെ പിന്നെ വരുന്ന ഗ്രൂപ്പ് ഡാൻസൊക്കെ കണ്ടിട്ടോ. അപ്പോഴാണ് ഈ ഒരു വെറൈറ്റി ഡാൻസ് കണ്ട് കേട്ടോ. മൊയ്തീൻ്റെ കാഞ്ചനമാലയുടെ സ്റ്റോറിയുടെ അതിൻ്റെ സ്റ്റാർട്ടിങ് മഴേനെ പറ്റിയിട്ടൊക്കെ ആയിരുന്നു. അപ്പം നല്ല മഴയായിരുന്നു പുറത്ത്. അതൊരു രസമായിരുന്നു. പിന്നെ ഈ ഒരു ഗ്രൂപ്പ് ഡാൻസ് അടിപൊളിയായിരുന്നു കേട്ടോ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതാണ്. അതായത് ആ പ്രോപ്പർട്ടീസും എന്തോ നല്ലൊരു ഐശ്വര്യം ഉണ്ടായിരുന്നു കാണാൻ. അപ്പോഴും മഴ തകർത്ത് പെയ്യുണ്ടായിരുന്നു കേട്ടോ പുറത്ത്. അത്ഭുതം എന്ന് പറയാലോ, ഞങ്ങൾ വിചാരിച്ചതിനെക്കാട്ടും വളരെ നേരത്തെ പരിപാടി കഴിഞ്ഞു. ആ ഒരു ഗ്രൂപ്പ് ഡാൻസോട് കൂടി പരിപാടി എല്ലാം കംപ്ലീറ്റ് ആയി. എല്ലാവരും ഇറങ്ങി പോകാൻ തുടങ്ങി. എന്നാൽ പിന്നെ അവിടെ ഇരുന്നിട്ട് കാര്യമൊന്നുമില്ലല്ലോ വെച്ചിട്ട് ഞങ്ങൾ ഇറങ്ങി പോകാൻ തുടങ്ങി. എന്നാലും നല്ലൊരു അടിപൊളി ഡേ ആയിരുന്നു കേട്ടോ. ട്രിവാൻഡ്രത്തുള്ളവർ എന്തായാലും ഒരു ദിവസമെങ്കിലും ഈ കലോത്സവം വന്ന് കാണണം. കണ്ടതിൻ്റെ സന്തോഷത്തിൽ ഞങ്ങൾ എന്തൊക്കെയോ വിളിച്ച് പറയുന്നുണ്ട്. അപ്പം ശരി, എല്ലാവർക്കും ബൈ.